നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന്റെയും കുചേലന്റെയും ആത്മബന്ധവും സൗഹൃദവും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. വിദ്യാഭ്യാസ കാലത്തെ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യനായിട്ടുള്ള സുദാമാവ് എന്ന കുചേലൻ മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ച് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിട്ടുള്ള സുദാമാവിന് കുചേലൻ എന്ന വിളിപ്പേര് വരികയും എത്ര താഴേക്കിടയിലുള്ള സുഹൃത്തായാലും ആ സുഹൃത്തിനെ കൈപിടിച്ച് കയറ്റേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ് എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയിലൂടെ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധത്തിന്റെ ആത്മബന്ധത്തിന്റെ ഉത്തമ നിതാന്തമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെയും സുദാമാവിന്റെയും കഥ നമുക്കേവർക്കും പാഠമാണ്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സുദാമാവിന്റെ അതായത് കുചേല ദിനം വരികയാണ്. 2023 ഡിസംബർ 20 ഈ വർഷത്തെ കുചേല ദിനം. ഈ കുചേല ദിനത്തിൽ വിശേഷമായി ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഉറപ്പായിട്ടും ആ വ്യക്തിയെ തേടിയെത്തുകയും ചെയ്യും. ആ വിവരമാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. 2023 ഡിസംബർ 20 കുചേല ദിനമാണ്. കുചേല ദിനം എന്നത് കുചേലൻ ജനിച്ച ദിനമല്ല, മറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന് ഐശ്വര്യം നൽകിയ ദിവസമാണ്. അതായത് കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് എന്നർത്ഥം. തന്റെ ദാരിദ്ര്യത്തെ സതീർത്ഥ്യനായിട്ടുള്ള കൃഷ്ണ ഭഗവാനിലേക്ക് എത്തിക്കാൻ അറിയിക്കുവാൻ കുചേലൻ മണി കാണിച്ചിരുന്ന സമയത്ത് ഭാര്യ നിർബന്ധപൂർവം ഒരു പൊതി അവിലുമായി കുചേലനെ ദ്വാരകാപുരിയിലേക്ക് അയക്കുകയുണ്ടായി. ദ്വാരകാപുരിയിൽ എത്തിയിട്ടും അവൽപ്പൊതി ഭഗവാൻ വാങ്ങി കഴിച്ചിട്ടും തന്റെ ദാരിദ്ര്യത്തെ അവിടെ ഇറക്കി വെക്കുകയുണ്ടായില്ല. എന്നിരുന്നാലും ഭഗവാൻ അറിഞ്ഞ് കുചേലന്റെ ദാരിദ്ര്യത്തെ സ്വീകരിക്കുകയും തന്റെ സ്വത്തിന്റെ ഒരു അംശം ആ സതീർത്ഥ്യന് നൽകുകയും ചെയ്തു. അങ്ങനെ സതീർത്ഥ്യനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനെത്തിയ സുദാമാവിന് സർവ്വ സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കുകയുണ്ടായി. ആ അനുഗ്രഹിച്ചതിന്റെ ഓർമ്മ ദിനമാണ്, ആ ദിവസമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ദിവസം. ഈ വർഷം അത് ഡിസംബർ 20 എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല അവൽ ദിനമായിട്ടാണ് ഈ ദിവസത്തെ അറിയുന്നത്. ഈ ദിവസം കുചേലനുമായി ബന്ധപ്പെട്ട വഴിപാട് നടത്തുന്ന വ്യക്തിയെ എപ്രകാരമാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചത്, അതേപോലെ തന്നെ കുചേല ദിനത്തിൽ ഭഗവാനെ ഉപാസിക്കുന്ന എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വളരെ സൗഭാഗ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഏതു വ്യക്തിക്കും കുചേല ദിനത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താവുന്നതാണ്, അതിന്റെ ഫലത്തെ നേടാവുന്നതാണ്. ആ കാര്യങ്ങളാണ് നമ്മൾക്ക് വീഡിയോയിലൂടെ ഇന്ന് പരിശോധിക്കേണ്ടത്. വീഡിയോയിലേക്ക് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് തുടർന്ന് കുചേല ദിനത്തിന്റെ വിശേഷങ്ങൾ പങ്കിടാം. കുചേല ദിവസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ അവൽ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ സ്വന്തം ഗ്രഹത്തിൽ അവൽ കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നേദിക്കുന്നതായി സങ്കല്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പ്രീതി നേടാവുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടാതെ കോട്ടയത്തെ പൂതൃക്കോവിൽ ക്ഷേത്രത്തിലും തൃശ്ശൂരിലെ തിരുവമ്പാടി ക്ഷേത്രത്തിലും കുചേല ദിനത്തിൽ സവിശേഷ പൂജകളുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വൈകിട്ടാണ് അവൽ നിവേദ്യം നടത്തുന്നത്. കോട്ടയം കുറിച്ചിത്താനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ സങ്കല്പം തന്നെ ഭഗവാൻ കുചേലന് സദ്ഗതി നൽകുന്ന രൂപത്തിലാണ്. അതായത് കുചേലനോടൊപ്പമുള്ള കുചേലന്റെ സതീർത്ഥ്യനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന സങ്കല്പത്തിലാണ്. അതായത് അവൽ വാരുന്ന ശ്രീകൃഷ്ണനെയാണ് അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പുതൃക്കോവിൽ ക്ഷേത്രത്തിലും കുചേല ദിനം വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ വിശേഷമാണ്. കുചേല ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഭക്തജനങ്ങൾക്ക് അവൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുചേലന് സദ്ഗതി ലഭിച്ചതുപോലെ ഭക്തജനങ്ങൾക്കും സദ്ഗതി ലഭിക്കുന്നതിന് സഹായകരമാണ്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച അവൽ പ്രസാദമായിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നൽകുന്നു. ശ്രീകൃഷ്ണനെ കാണാനെത്തിയ ദരിദ്രനാരായണനായ കുചേലൻ ഭഗവാന് നൽകാനായി അല്പം അവൽ മുണ്ടിന്റെ തുമ്പിൽ കെട്ടിയിട്ടിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. കൂട്ടുകാരനെ സ്വീകരിച്ചിരുത്തിയ ഭഗവാൻ സുദാമാവിനോട് കുശലം ചോദിക്കുന്നതിനിടെ മുണ്ടിന്റെ തുമ്പിൽ കെട്ടിയിരിക്കുന്ന പൊതി കാണുകയും എന്താണ് എന്ന് ചോദിക്കുകയും സുദാമാവ് തന്റെ സ്ഥിതിയും ഭഗവാന്റെ സ്ഥിതിയും താരതമ്യപ്പെടുത്തി അത് ഭഗവാനോട് പറയാനുള്ള മടി കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തട്ടിപ്പറിച്ച് ആ അവൽപ്പൊതി ഭഗവാൻ തുറന്ന് ഭക്ഷിക്കുകയുണ്ടായി. ഒരു പിടി ഭഗവാൻ വാരി കഴിച്ചു.
രണ്ടാമത്തെ അവൽപ്പിടി വാരുന്നതിന് മുമ്പായിട്ട് രുക്മിണിയും സത്യഭാമയും അദ്ദേഹത്തെ തടയുകയുണ്ടായി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഭഗവാനോട് ഒന്നും ചോദിക്കാതെ ഒരാവശ്യവും ഉന്നയിക്കാതെ തിരികെ പോയ കുചേലൻ തിരികെ ഗൃഹത്തിലെത്തിയപ്പോൾ ആശ്ചര്യചകിതനായി. സ്വന്തം കുടിലിന്റെ സ്ഥാനത്ത് മണിമന്ദിരം നിലനിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ ഇഹലോകത്തുള്ള എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും കുചേലന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുകയുണ്ടായി. ഇങ്ങനെ കുചേലന് ലഭിച്ച സദ്ഗതിയുടെ ഓർമ്മയ്ക്കാണ് കുചേല ദിനം കൊണ്ടാടുന്നത്. ഇത്തരത്തിൽ ഭക്തജനങ്ങൾ കുചേല ദിനത്തിൽ പ്രത്യേകമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി അവൽപ്പൊതി സമർപ്പിക്കുന്നത് കുചേലന് ലഭിച്ചതുപോലെ ഒരു സദ്ഗതിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്നതിന് സഹായകരമാണ്. ഉറപ്പാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ അറിഞ്ഞു വിളിക്കുന്ന ഏതൊരു വ്യക്തിയും ഭഗവാൻ കൈവിടില്ല. ചോദിക്കാതെ തന്നെ വാരിക്കോരി നൽകുന്നതാണ് ഭഗവാന്റെ രീതി. സൗഹൃദത്തിന്റെ ആഴവും പരപ്പും നമ്മളെ പഠിപ്പിച്ച കുചേലനും ശ്രീകൃഷ്ണ ഭഗവാനും ആ സൗഹൃദത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കുചേല ദിനത്തിൽ നടത്തുകയാണ്. എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരും കുചേല ദിനത്തിൽ ഇപ്രകാരം അവൽപ്പൊതി ഭഗവാനായിട്ടൊന്ന് സമർപ്പിച്ചു നോക്കുക. നിങ്ങളുടെ തലവര തന്നെ അത് മാറ്റുന്നതിന്, ഭാഗ്യം ഉദിക്കുന്നതിന് സഹായകരമാകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.